എല്ലാവർക്കും നമസ്കാരം. SLC മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അരിത്തമെറ്റിക് സീക്വൻസ് ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സീക്വൻസിലെ മിസ്സിംഗ് ആയിട്ടുള്ള ടേംസുകളൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു. അപ്പം ആ പേജ് നമ്പർ 15 ബാക്കി ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നോക്കാം. Calculate the first 5 terms of the arithmetic sequence with the third term 37 and the seventh term 73. ഇതാണ് മൂന്നാം പദം 37ഉം ഏഴാം പദം 73ഉമായ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 5 പദങ്ങൾ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് തന്നിരിക്കുന്നത്? തേർഡ് ടേം അല്ലെ, തേർഡ് ടേം തന്നിട്ടുണ്ട്. തേർഡ് ടേം എത്രയാണ്? 37 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെവന്ത് ടേം എത്രയാണ്? 73 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു ശ്രേണിയിൽ ആദ്യത്തെ 5 പദങ്ങൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശ്രേണി നമ്മൾ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാൻ സാധിക്കും? ഫസ്റ്റ് ടേം ഇല്ല, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം തന്നിട്ടുണ്ട് 37 ആണ്, ഫോർത്ത് ടേം ഇല്ല, ഫിഫ്ത്ത് ടേം ഇല്ല, സിക്സ്ത് ടേം ഇല്ല, പിന്നെ സെവന്ത് ടേം തന്നിട്ടുണ്ട്, 73 തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? തേർഡ് ടേം ആണ്. ഇത് ഏതാണ്? സെവന്ത് ടേം ആണ് ഇല്ലേ? സെവന്ത് ടേം ആണ്. അപ്പൊ നമുക്കറിയാം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോരോ ടേം കിട്ടുന്നതെന്ന് അറിയാം. ഈ തേർഡ് ടേമിന്റെ കൂടെ ഒരു പ്ലസ് ഡി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർത്ത് ടേം കിട്ടും. ഈ ഫോർത്ത് ടേമിന്റെ കൂടെ പിന്നെ ഒരു പ്ലസ് ഡി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് ഫിഫ്ത്ത് ടേം കിട്ടും. പിന്നെ ഒരു പ്ലസ് ഡിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ സിക്സ്ത് ടേം കിട്ടും. പിന്നെ ഒരു പ്ലസ് ഡിയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെവന്ത് ടേം കിട്ടുന്നത്. അപ്പൊ എത്ര പ്രാവശ്യം ഡി ആഡ് ചെയ്യണം? 4 പ്രാവശ്യം ഡി ആഡ് ചെയ്യണം. മനസ്സിലായല്ലോ? 4 പ്രാവശ്യം ഡി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുന്നത്? സെവന്ത് ടേം കിട്ടുന്നത്. അതായത് 7ൽ നിന്നും ഇല്ലേ, നമുക്ക് ഇങ്ങനെ എഴുതാല്ലേ, 7ൽ നിന്നും ഇല്ലേ, 7ാമത്തെ പൊസിഷൻ ഇരിക്കുന്നുണ്ട്. 7ാമത്തെ പൊസിഷനിൽ നിന്ന് 3ാമത്തെ പൊസിഷൻ കുറച്ച് കഴിഞ്ഞ് അത്രയും ഡി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടും? സെവന്ത് ഡി കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ എഴുതാലോ, 7 - 3 × d എന്ന് പറഞ്ഞിരിക്കുന്നതാണ് 4d ഈക്വൽ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇതൊന്ന് ചെയ്യാം. അതെ, നോക്കുക. തേർഡ് ടേമിന്റെ കൂട്ടത്തിൽ അല്ലേ, അതായത് എത്ര പ്രാവശ്യം ഡി ആഡ് ചെയ്യണം? 4 പ്രാവശ്യം ആഡ് ചെയ്യണം. അതായത് 7 - 3 എന്ന് ഞാൻ എഴുതുവാണ് കേട്ടോ. ഈ 7 അല്ലേ, സെവന്ത് പൊസിഷൻ ഇരിക്കുന്നുണ്ട്, അവിടുന്ന് തേർഡ് പൊസിഷൻ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ അത്രയും ഡിയും കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുന്നത്? സെവന്ത് ടേം കിട്ടുന്നത്. ഇങ്ങനെ എഴുതാലോ? മനസ്സിലായല്ലോ പറഞ്ഞത്? ഇനി നമുക്ക് ഏതാണ് വേണ്ടത്? ഡി ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എഴുതാം 7 - 3 × d ഈസ് ഈക്വൽ ടു സെവന്ത് ടേം മൈനസ് തേർഡ് ടേം. ഡി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സെവന്ത് മൈനസ് സെവന്ത് ടേം മൈനസ് തേർഡ് ടേം ഡിവൈഡ് ബൈ 7 - 3. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെവന്ത് ടേം മൈനസ് തേർഡ് ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ടേമിന്റെ ഡിഫറൻസ് ആണല്ലോ അല്ലെ, ടേമിന്റെ ഡിഫറൻസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? ടേം ഡിഫറൻസ് എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 7 - 3 എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷൻ അല്ലേ, പൊസിഷൻ അല്ല, സ്ഥാനമല്ല. അപ്പൊ നമുക്ക് എന്താ പറയാ? പൊസിഷൻ ഡിഫറൻസ് എന്ന് എഴുതാം. പൊസിഷൻ ഡിഫറൻസ്. മനസ്സിലായല്ലോ? അപ്പം ഡി നമുക്ക് എങ്ങനെ കോമൺ ഡിഫറൻസ് എങ്ങനെ ചെയ്യാം? ടേം ഡിഫറൻസിൽ നിന്നും പൊസിഷൻ ഡിഫറൻസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളുക. ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഡി അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടേം ഡിഫറൻസ് അല്ലെ, ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ എന്താണ്? പൊസിഷൻ അല്ലെ, ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ ആണല്ലോ? നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയാലോ, അതായത് ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ടി ഡി എന്ന് എഴുതാം കേട്ടോ. ഷോർട്ട് ആയിട്ട് ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പി ഡി എന്ന് എഴുതിയാൽ പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. നമുക്കൊന്ന് ജസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പൊ എത്ര വരും? ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? സെവന്ത് ടേമിൽ നിന്ന് മൈനസ് തേർഡ് ടേം കുറയ്ക്കണം. സെവന്ത് ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 73 ആണ്. തേർഡ് ടേം എത്രയാണ്? 37 ആണ് അല്ലെ, 37 ആണ് നമ്മൾ ഇവിടെ എഴുതിയായിരുന്നു. ദെൻ ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 7 - 3 ആണ്. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 73 - 37 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 36 എന്ന് വരും. 36 ഡിവൈഡ് ബൈ 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 9. എന്താണ് നമുക്കിവിടെ 9 കിട്ടിയത്? 9 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പൊതുവ്യത്യാസം, അതായത് കോമൺ ഡിഫറൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത് അല്ലേ. കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 9 എന്ന് കിട്ടി. ഇനി നമുക്ക് സീക്വൻസ് എഴുതാലോ, ശരിയല്ലേ? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സെക്കൻഡ് ടേം നമുക്ക് നോക്കാം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് നമുക്ക് പോകാം. സെക്കൻഡ് ടേം നമുക്ക് എങ്ങനെ എഴുതാം? സെക്കൻഡ് ടേമിന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു, x2 എന്ന് വേണമെങ്കിൽ എഴുതാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം കേട്ടോ. x2 സെക്കൻഡ് ടേം ആണ്. എങ്ങനെയാണ്? x3 ഇതാണല്ലോ തേർഡ് ടേം. തേർഡ് ടേമിന് നമുക്ക് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ടേം കിട്ടും അല്ലേ.
അപ്പം x3 എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? തേർഡ് ടേം ആണ്, അത് 37 ആണ്. 37 കോമൺ ഡിഫറൻസ് 9 ആണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഏത് കിട്ടും? സെക്കൻഡ് ടേം കിട്ടും, അതായത് 28 കിട്ടും സെക്കൻഡ് ടേം. ഈ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാമല്ലോ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ഈ തേർഡ് ടേമിൽ നിന്ന് 2d 2 പ്രാവശ്യം അല്ലേ, 2 പ്രാവശ്യം d കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. അതായത് 37 മൈനസ് 2 ഇൻറ്റു d എത്രയാണ്? 9 അല്ലേ. എത്രയാണ് വരുന്നത്? 37 മൈനസ് 18 വരും. എത്ര വരും? 19 വരും അല്ലേ, 19 വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് x2 എന്നും ചെയ്യാം. x2 മൈനസ് x2 നമുക്ക് ഇവിടെ കിട്ടി അല്ലേ, 28 കിട്ടിയായിരുന്നു. ആ x2 മൈനസ് ഒരു d കുറച്ചാലും നമുക്ക് കിട്ടും. അതായത് 28 മൈനസ് 9 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 19 കിട്ടും. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ ചെയ്ത്? അപ്പൊ ആ രീതിയിലും ചെയ്യാം. അപ്പൊ നമുക്കിവിടെ x1 ഇവിടെ എത്ര കിട്ടി? x1 19 കിട്ടി. x2 എത്ര വന്നു? 28 വന്നു. എല്ലാ 9ഉം കൂട്ടിച്ചാൽ പോരെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 9 ആഡ് ചെയ്ത് വെച്ചാൽ മതി. അതായത് x4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതാൻ സാധിക്കും? x3യുടെ കൂട്ടത്തിൽ ഒരു d ആഡ് ചെയ്യുക അല്ലെ. x3 37 ആണ്. 37 പ്ലസ് d എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ എത്ര വന്നു? 46 വന്നു അല്ലെ. ഇനി x5 വേണമെന്നുണ്ടെങ്കിൽ x3 പ്ലസ് ഒന്നുകിൽ 9 അങ്ങ് ആഡ് ചെയ്യുക, x3 പ്ലസ് 2d നമുക്ക് എഴുതാം, അല്ലെങ്കിൽ x4 പ്ലസ് d എന്ന് എഴുതിയാലും മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 37 പ്ലസ് എത്ര വരും? 18 വരും അല്ലേ. d 9 ആണ്, അപ്പൊ 18 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 55. ഇനി x6 എഴുതാലോ. x6 x3 പ്ലസ് ഒരു d കൂടെ 3d എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 37 പ്ലസ് 3 ഇൻറ്റു d 27 വരും. 9 3 27 വരെയല്ലേ. മനസ്സിലായല്ലോ? അപ്പൊ എത്ര വരും? 64 എന്ന് വന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഏതാണ്? തേർഡ് ടേം നമുക്കറിയാം 37 ആണ്. അതിന്റെ കൂടെ 9 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 46 കിട്ടും അല്ലേ. ഈ 46 9 പിന്നെയും കൂട്ടുക, അപ്പൊ എത്ര വരും? 55 വരും. 55 പിന്നെ 9 കൂട്ടുക, അങ്ങനെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 64 വരും. ക്ലിയർ ആയല്ലോ? അപ്പൊ കിട്ടിയല്ലോ, സീക്വൻസ് കിട്ടിയല്ലോ. അതായത് ഏതാണ് സീക്വൻസ്? 19 28 37 46 55 64 73. ഇതാണ് സീക്വൻസ്. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ 5 പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടം വരെ എഴുതി വെച്ചാലും ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടെ ഓർക്കേണ്ട ഇക്വേഷൻ ഏതാണ്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഓർക്കേണ്ട ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് കേട്ടോ. പദവ്യത്യാസം ഡിവൈഡ് ബൈ സ്ഥാനവ്യത്യാസം കേട്ടോ. അതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. ഇക്വേഷൻ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇത് തന്നെ അപ്ലൈ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കൊടുത്തിട്ടില്ല, പക്ഷെ ഇത് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് കേട്ടോ. ഇത് ഉപയോഗിച്ച് നമുക്ക് ബാക്കി പ്രോബ്ലംസ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതെവിടെ നോക്കിയേ? The two terms in specific positions or some arithmetic sequence are given below. Write the first 5 terms of each. 2 terms തന്നിട്ടുണ്ട്. ഫസ്റ്റ് 5 terms ഓരോന്നിന്റെയും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് തേർഡ് ടേമിനെ ഞാൻ x3 അങ്ങ് എഴുതുവാണ് കേട്ടോ. തേർഡ് ടേം തന്നിട്ടുണ്ട്, 34 തന്നിട്ടുണ്ട്. പിന്നെ അതാണ് സിക്സ്ത് ടേമിനെ ഞാൻ x6 അങ്ങ് എഴുതുക. സിക്സ്ത് ടേം എത്രയാണ്? 67 തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു നമ്മൾ കണ്ടായിരുന്നു ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് വെച്ച് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ടേം ഡിഫറൻസ് ഏതാണ്? സിക്സ്ത് ടേം എന്ന് പറഞ്ഞാൽ 67 ആണ് മൈനസ് പിന്നെ തേർഡ് ടേം ആണ് ദാറ്റ് ഈസ് 34 ആണ് ഡിവൈഡ് ബൈ പൊസിഷൻ എത്രയാണ്? 6 മൈനസ് 3. ക്ലിയർ ആയല്ലോ? അപ്പൊ എത്ര വരും? 67 മൈനസ് 34 വരുമ്പോൾ 33 ആണ് വരുന്നത്. ദെൻ ഡിവൈഡ് ബൈ 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 11. അതായത് കോമൺ ഡിഫറൻസ് ഇവിടെ എത്ര കിട്ടി? 11 നമുക്ക് ഇവിടെ കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാമല്ലോ. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ x1 ആണ്. x1 നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? x1 ഈസ് ഈക്വൽ ടു x3യിൽ നിന്ന് എത്ര പ്രാവശ്യം നമ്മൾ കോമൺ ഡിഫറൻസ് കുറയ്ക്കണം? 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കുക ഇല്ല, അപ്പൊ നമുക്ക് കിട്ടും. അപ്പം x3 എത്രയാണ്? x3 ഇവിടെ 34 ആണ്. 34ൽ നിന്ന് നമുക്ക് 2 പ്രാവശ്യം 2 ഇൻറ്റു 11 ഇല്ലേ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 34 മൈനസ് 22 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 12 വരും. അപ്പൊ ഫസ്റ്റ് ടേം എത്രയാണ്? 12 വന്നു അല്ലെ. ഫസ്റ്റ് ടേം 12 വന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ സെക്കൻഡ് ടേം നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഫസ്റ്റ് ടേം 12 ആണ്, അതിന്റെ കൂടെ 11 കൂട്ടിയാൽ പോലെ സെക്കൻഡ് ടേം കിട്ടാൻ വേണ്ടി. അപ്പൊ എത്ര വരും? സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ 11 കൂട്ടുമ്പോൾ 23 വരും. തേർഡ് ടേം ഇവിടെ തന്നിട്ടുണ്ട്
34 തന്നിട്ടുണ്ട്. ദെൻ ഫോർത്ത് ടൈം എത്ര വരും? 34ന്റെ അടുത്ത് 11 കൂട്ടിയാൽ പോരെ. അപ്പൊ എത്രയാണ് വരുന്നത്? 45 വരും അല്ലേ? 45 വരും. ദെൻ അടുത്തത് ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് 11 കൂട്ടുക. 45ന്റെ അടുത്ത് 11 കൂട്ടുമ്പോൾ എത്രയാണ്? 56 വരും. അപ്പം ആദ്യത്തെ 5 ടേം നമുക്കിവിടെ കിട്ടി. ക്ലിയർ ആയല്ലോ? ഇത് ഫിഫ്ത്ത് ടേം ആണ് വന്നിരിക്കുന്നത്. സിക്സ്ത് ടേം 67 ആണ്. 56ന്റെ കൂട്ടത്തിൽ 11 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുമല്ലോ 67. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് ഇവിടുത്തെ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? തേർഡ് ടേം എന്ന് പറയുമ്പോൾ ഞാൻ x3 തന്നെ എഴുതുവാണ് കേട്ടോ. തേർഡ് ടേം 43 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത സിക്സ്ത് ടേം അതായത് x6 എന്ന് പറഞ്ഞിരിക്കുന്നത് 76 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിന് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. T is equal to TD divided by PD എന്ന് എഴുതുക. ഈക്വൽ ടു എത്രയാണ്? ടേം ഡിഫറൻസ് 76 സിക്സ് ടേം അല്ലേ? അപ്പം 76 മൈനസ് 43 ഡിവൈഡ് ബൈ പൊസിഷൻ എന്ന് പറയുമ്പോൾ 6 മൈനസ് 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 76 മൈനസ് 43 എത്രയാണ് വരുന്നത്? 33 ആണ്. 33 ഡിവൈഡ് ബൈ 3 വരും. ദാറ്റ് ഈസ് ഓൾസോ ഈസ് ഈക്വൽ ടു 11 അല്ലേ? കോമൺ ഡിഫറൻസ് നമുക്ക് ഇവിടെ എത്ര കിട്ടി? 11 കിട്ടി. ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് 11 കിട്ടി. ഇനി നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. x1 അല്ലേ? x1 ഈസ് ഈക്വൽ ടു x3യിൽ നിന്ന് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുന്നത് അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാൻ സാധിക്കും? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? x3 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 43 ആണ്. 43 മൈനസ് 2 ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 43 മൈനസ് 22 അല്ലേ? 43 മൈനസ് 22 എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 21 വരും. ഫസ്റ്റ് ടേം നമുക്ക് ഇവിടെ കിട്ടി 21 ആണ്. അപ്പൊ ഫസ്റ്റ് ടേം എത്രയാണ്? 21 ആണല്ലോ. ദെൻ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് കോമൺ ഡിഫറൻസ് 11 ആണ്. ആഡ് ചെയ്യുക. 21 പ്ലസ് 11 നമുക്ക് നോക്കുക എത്ര വരും? 32 വരും. 42 ഒന്നും 43 വരും. ദെൻ 43 10 53 ഒന്നും 54 വരും. ദെൻ അടുത്തത് എത്രയാണ്? 65 വരും. ക്ലിയർ ആയല്ലോ? ഫിഫ്ത്ത് ടേം സിക്സ് ടേം ഇവിടെ തന്നിട്ടുണ്ട്. 76 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ കിട്ടി. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഇനി ഏതാണ്? തേർഡ് അല്ലെ? നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ എത്രയാണ് തന്നിരിക്കുന്നത്? തേർഡ് ടേം തന്നിട്ടുണ്ട് അല്ലെ? തേർഡ് ടേം ആണ്. x3 എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആണ് തന്നിട്ടുണ്ട്. പിന്നെ ഏതാണ്? x5 അല്ലെ? x5 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 3 എന്നും തന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പം കോമൺ ഡിഫറൻസ് D is equal to TD divided by PD എന്നാണ്. ഈ ഒരു ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് ജനറലൈസ് ചെയ്ത് നമുക്ക് എഴുതാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ആണ്. അപ്പം ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട് 3 ആണ്. 3 മൈനസ് 2 ഡിവൈഡ് ബൈ പൊസിഷൻ 5 മൈനസ് 3 ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മൈനസ് 2 എന്ന് പറയുമ്പോൾ 1 വരും. ദെൻ 5 മൈനസ് 3 എന്ന് പറയുമ്പോൾ 2 വരും. അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാണ് നമുക്കിവിടെ കിട്ടിയത്? 1/2 ആണ് നമുക്കിവിടെ കോമൺ ഡിഫറൻസ് കിട്ടിയത്. മനസ്സിലായല്ലോ? അപ്പൊ ഫസ്റ്റ് ടേം നമുക്ക് എങ്ങനെ എഴുതാം? x1 ഈസ് ഈക്വൽ ടു x3യിൽ നിന്നും 2d ഇല്ലേ? 2 പ്രാവശ്യം കുറച്ചാലാണ് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുന്നത്. x3 എന്ന് വെച്ചാൽ 2 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ 2 മൈനസ് ദെൻ 2 ഇൻറ്റു 1/2 കോമൺ ഡിഫറൻസ് 1/2 ആണ്. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയപ്പോൾ ദെൻ എത്ര വരും? 2 മൈനസ് 1 വരും. therefore ഇതാണ് x1 അല്ലെ? x1 എത്ര വന്നു? x1 ഈസ് ഈക്വൽ ടു 1 എന്ന് വന്നു. ഫസ്റ്റ് ടേം എത്രയാണ്? 1 വന്നല്ലോ ഫസ്റ്റ് ടേം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഫസ്റ്റ് ടേം 1 ആണ്. സെക്കൻഡ് ടേം എത്രയാണ് വരുന്നത്? 1ന്റെ കൂടെ 1/2 കൂട്ടുക അല്ലെ? 1ന്റെ കൂടെ 1/2 കൂട്ടുക. അപ്പം 1.5 നമുക്ക് ഇങ്ങനെ എഴുതാം. 1.5 എന്ന് വരും. then അടുത്ത് അതിന്റെ കൂടെ ഒരു ഹാഫും കൂടെ കൂട്ടുക. അപ്പൊ എത്രയാണ് വരുന്നത്? 1.5 പ്ലസ് ഹാഫ് എന്ന് പറയുമ്പോൾ 2 വരും അല്ലേ? then അതിന്റെ കൂടെ then അടുത്ത് കൂട്ടുക 2.5 എന്ന് വരും. 2.5 വരും. then അതിന്റെ കൂടെ ഇതും കൂടെ കൂട്ടുമ്പോൾ 3 വരും. ക്ലിയർ ആയല്ലോ? ആദ്യത്തെ 5 കൂടെ എഴുതി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതാണ്? ഫോർത്ത് വൺ കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തേതാണ്. ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട് കേട്ടോ. അത് x5 എന്ന് പറഞ്ഞിരിക്കുന്നത് 8 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഏതാണ്? 9th ടേം ആണ്. x9 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 10 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ദെൻ അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് D ഈസ് ഈക്വൽ ടു TD ഡിവൈഡ് ബൈ PD കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു അതാണ് ടേം ഡിഫറൻസ് അല്ലെ? 9th ടേം ആണ്. അത് 10 ആണ്. ദെൻ ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 8 ആണ്. ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് 9 മൈനസ് എത്രയാണ്? 5 ആണ് വരുന്നത് അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 4 വരും. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു 1/2 വരും. അപ്പൊ കോമൺ ഡിഫറൻസ് എത്ര വന്നു? D ഈസ് ഈക്വൽ ടു 1/2 വന്നു അല്ലേ? കോമൺ ഡിഫറൻസ് നമുക്കിവിടെ 1/2 ആണ് വന്നത്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം നമുക്ക് എഴുതാം. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? x1 അല്ലേ?
x1 ഈസ് ഈക്വൽ ടു ഇവിടെ ഏതാണ് ഫിഫ്ത്ത് ടേം ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം x5 ഇല്ലേ? x5 മൈനസ് ഇല്ലേ? x1 ആണ് കണ്ടുപിടിക്കുന്നത്. x5 മൈനസ് എത്ര പ്രാവശ്യം നമ്മൾ ഡി അവിടെ കുറയ്ക്കണം? 4 പ്രാവശ്യം കുറയ്ക്കണം അല്ലേ? 4d എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു x5 ഇവിടെ 8 ആണ് തന്നിട്ടുണ്ട്. ദെൻ 4 into d നമുക്ക് ഇവിടെ 1/2 എന്നും കിട്ടി. ക്ലിയർ ആയല്ലോ? ഇവിടെ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 മൈനസ് 2 ആണ് വരുന്നത്. therefore x1 ഈസ് ഈക്വൽ ടു 8 മൈനസ് 2 എന്ന് വരുമ്പോൾ എത്ര വരും? 6 വരും. അപ്പൊ ഫസ്റ്റ് ടേം എത്രയാണ്? 6 വന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് സീക്വൻസ് എഴുതാം. ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ടേം 6 ആണ് വരുന്നത്. സെക്കൻഡ് ടേം 6 കൊടുത്ത് 1/2 ആഡ് ചെയ്യുക ഇല്ല. അപ്പൊ ഏത് വരും? 6 ആൻഡ് ഹാഫ് എന്ന് വരും. ദെൻ അടുത്ത ഏത് വരും? 1/2 ആഡ് ചെയ്യുമ്പോൾ 7 വരും അല്ലെ? 7 വരും. ദെൻ പിന്നെ അതിൻ്റെ അടുത്ത് 1/2 ആഡ് ചെയ്യുക, 7 and half വരും. ദെൻ 8 വരും അല്ലെ? 8 വരും. ദെൻ 8 and half ഇല്ല. നമുക്ക് ആകത്ത് 5 ടേം മതി. 9 കൂടെ ആകത്ത് 5 ടേം എന്ന് പറയുമ്പോൾ ഇത് വരും. മനസ്സിലായല്ലോ? അപ്പൊ ആകത്ത് 5 ടേം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടം വരെ എഴുതി വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഒക്കെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട്. അതായത് x5 തന്നിട്ടുണ്ട്. എത്രയാണ്? 7 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ x7 അല്ലെ? 7th ടേം തന്നിട്ടുണ്ട്. 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു td ഡിവൈഡഡ് ബൈ pd ആണ്. അപ്പോൾ td എന്ന് വെച്ചാൽ 5 ആണ്. 5 മൈനസ് അല്ലെ? 5 മൈനസ് 7 വരും. ഡിവൈഡഡ് ബൈ 7 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു എത്ര വരും? -1 വരും ഇല്ലേ? അതായത് കോമൺ ഡിഫറൻസ് ഇവിടെ എത്ര വന്നു? -1 ആണ് വന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്താണ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഏതാണ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ x1 ആണ്. x1 എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ടേം ആ തന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? x5 മൈനസ് 4d നമുക്ക് ഇവിടെ ചെയ്യണം. ക്ലിയർ ആയല്ലോ? അപ്പൊ എത്ര കിട്ടും? x5 എന്ന് പറഞ്ഞിരിക്കുന്നത് 7 ആണ്. 7 മൈനസ് 4 into -1 4 into -1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ഈ മൈനസ് കൂടെ വരുമ്പോൾ ഇത് വരും പ്ലസ് വരും. 7 പ്ലസ് 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 ആണ് വരുന്നത്. അതായത് x1 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര വന്നു? 11 ഇവിടെ വന്നു. ഓക്കെ ആണല്ലോ? ദെൻ ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ 11 ആണ്. ദെൻ സെക്കൻഡ് ടേം ഇത് കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണെന്ന് തോന്നിയിരിക്കുന്നത്? -1 ആണ് വന്നു. അപ്പൊ കോമൺ ഡിഫറൻസ് നമ്മൾ എന്താണ്? ആഡ് ചെയ്യുവല്ലേ വേണ്ടത്. അപ്പം 11 പ്ലസ് -1 എന്ന് വരുമ്പോൾ അത് വരും 10 വരും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? 11 പ്ലസ് -1 ആണ് ഇല്ല. നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യല്ലേ വേണ്ട. അപ്പൊ 11 പ്ലസ് -1 എന്ന് വരുമ്പോൾ 10 വരും. ദെൻ 10 പ്ലസ് -1 എന്ന് വരുമ്പോൾ എത്ര വരും? 9 വരും ഇല്ലേ? പിന്നെ 9 പ്ലസ് -1 എന്ന് വരുമ്പോൾ 8 വരും. ദെൻ 8 പ്ലസ് -1 എന്ന് വരുമ്പോൾ ഏതാണ്? 7 വരും ഇല്ലേ? പിന്നെ 6. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആകത്തെ 5 പദങ്ങൾ ഇവിടെ എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഒരു ജനറൽ ഇക്വേഷൻ ആണ് നിങ്ങൾ എപ്പോഴും പഠിച്ചിരിക്കേണ്ടത്. ആ ജനറൽ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കുക. അത് വെച്ചിട്ട് നമുക്ക് ഏത് ടേം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പം ഇതേ രീതി ചെയ്യുക കേട്ടോ. അപ്പം ഈ ഒരു സെക്ഷനിലെ ആ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പൊസിഷനും ടേമുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സെക്ഷൻ ആണ്. അപ്പൊ ഇതിലെ ഓർക്കേണ്ട ആ ഇക്വേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത്. ഈ ഒരു ഇക്വേഷൻ ആണ്. ആ ഒരു ഇക്വേഷൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെച്ചാൽ ഓൾമോസ്റ്റ് ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ബാക്കി പാർട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.